ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ബീഫ് ഗ്രേവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ബീഫ് ഇവിടെ 3/4 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ ബീഫ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളി 3 എണ്ണം, 3 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കാം. ഒന്ന് നല്ല വഴറ്റി കൊടുക്കണം. ഇനി വേഗം ഒന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ല വഴറ്റി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വേവിക്കുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഇളക്കി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും നല്ല വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കാം. തക്കാളി നല്ല കുക്കായതിനു ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 3-4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ബീഫ് വേവിച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളക്കാൻ വെക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊന്ന് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫും ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബീഫ് നല്ല റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ബീഫ് നല്ല തിക്കായി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ട കൂടെ ഒക്കെ കഴിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് ഗ്രേവി